നമസ്തേ. ഇന്ന് ഒരു നമ്പൂതിരി ഫലിതം കേട്ടാലോ? ഒരു ബസ് യാത്രയുടെയൊക്കെ കഥയാണ്. എറണാകുളത്ത് ബസ് സ്റ്റോപ്പുകൾക്ക് ഒരു പ്രത്യേകതയുള്ളത് അവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. അതൊന്നും നല്ലവണ്ണം നിശ്ചയമില്ലാത്ത ഒരു നമ്പൂതിരി എറണാകുളത്ത് ചെന്നു. ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി. കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ ഒരു സ്ത്രീ മേനക എന്ന് പറഞ്ഞു. കണ്ടക്ടർ ടിക്കറ്റ് കൊടുക്കുകയും ചെയ്തു. അത് കേട്ട് നമ്പൂരി ശ്രദ്ധിച്ചപ്പോൾ അതൊരു സ്ത്രീയാണ്. അപ്പം അതിൻ്റെ പേരായിരിക്കും. മേനകയെ പോലെയൊന്നും സുന്ദരി അല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. കണ്ടക്ടർ അടുത്ത ആളുടെ അടുക്ക ചെന്നു. അപ്പം അത് പത്മ എന്ന് പറഞ്ഞു. നമ്പൂരി നോക്കിക്കഴിഞ്ഞപ്പോൾ അതും ഒരു സ്ത്രീ തന്നെയാണ്. ഓഹോ എന്ന് വിചാരിച്ചു. കണ്ടക്ടർ അടുത്ത ആളുടെ അടുക്ക ചെന്നു. അപ്പം അയാൾ കാശ് നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഒരു ഷെണായിസ്. നമ്പൂരി അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചു. അയാളുടെ നെറ്റിയിൽ ഗോപിക്കുറിയെ കാണാനുണ്ട്. അപ്പോൾ ഷെണായി തന്നെയാവും. അപ്പോൾ പേര് പറയണോ ടിക്കറ്റ് എടുക്കാൻ എന്ന മനസ്സിലൊരു സംശയമായി. കണ്ടക്ടർ അടുത്ത ആളുടെ അടുക്ക ചെന്നു. അയാളൊരു ജോസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പൂരി ശ്രദ്ധിച്ചപ്പോൾ അയാളുടെ കഴുത്തിൽ കൊന്ത കാണാനുണ്ട്. അപ്പോൾ അത് ക്രിസ്ത്യാനി തന്നെയാണ്. നമ്പൂരിക്ക് ഉറപ്പായി പേര് പറയണം. പിന്നീട് നമ്പൂരിയുടെ അടുക്ക ചെന്നു കണ്ടക്ടർ. എവിടേക്കാ തിരുമേനി പോകണ്ടേ? പണം നീട്ടിക്കൊണ്ട് നമ്പൂരി പറഞ്ഞു, ഒരു ഭവത്രാത നമ്പൂരി. കണ്ടക്ടർക്ക് അത്ഭുതമായി. അല്ല തിരുമേനിക്ക് എങ്ങടാ പോകേണ്ടത്? അല്ല, എല്ലാവരും പേര് പറയണ കേട്ടു, അതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞു എന്നുള്ളൂ ടിക്കറ്റ് എടുക്കാൻ. തിരുമേനി അത് പേര് പറഞ്ഞതല്ല. ഇവിടെ ഓരോ ബസ് സ്റ്റോപ്പിൻ്റെ പേരങ്ങനെയാണ്, അതുകൊണ്ട് അതാണ് അവർ പറഞ്ഞത്. തിരുമേനിക്ക് എവിടെയാണ് പോകേണ്ടത്? എനിക്ക് വളഞ്ഞമ്പലത്താണ് പോകേണ്ടത്. കണ്ടക്ടർ ടിക്കറ്റ് തന്നു. നമ്പൂരി സുഖമായിട്ട് യാത്ര ചെയ്തു എത്തേണ്ടടുത്ത് എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം യാത്ര ചെയ്ത് പരിചയമില്ലാത്തതിൻ്റെ ഒരു പ്രത്യേകത അത്ര തന്നെ വിചാരിക്കാനുള്ളൂ. എന്നാലും കേൾക്കുന്നവർക്കൊരു ഫലിതമായിട്ട് തോന്നും. മറ്റൊന്ന് ഉണ്ടായത് റെയിൽവേ സ്റ്റേഷനിലാണ്. വേറൊരു നമ്പൂതിരി ടിക്കറ്റ് എടുക്കാനായിട്ട് ചെന്നു. അപ്പോൾ ആദ്യം നിൽക്കുന്ന ആൾ യോഗ്യനായിട്ടുള്ള ഒരാളാണ്. അയാൾ ട്രിച്ചൂർ എന്ന് പറഞ്ഞു. ടിക്കറ്റ് വാങ്ങി മാറി. അതിൻ്റെ പിന്നിൽ കുറച്ചുകൂടി യോഗ്യനായിട്ട് പാൻറ്റൊക്കെ ഇട്ട ഒരാളാണ് നിൽക്കണേ. അയാൾ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ കേട്ടു. അയാളും ടിക്കറ്റ് എടുത്ത് മാറി കഴിഞ്ഞു. അപ്പോൾ നമ്പൂരിക്ക് എന്താ പറയേണ്ടതെന്നുള്ളത് നിശ്ചയില്ലാതെയായി. എന്നാലും അവർ പറഞ്ഞ പോലെ ആവാം എന്ന് വിളിച്ച് എറണാകുളം എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന പെൺകുട്ടി ചിരിച്ചു. തിരുമേനിക്ക് എറണാകുളത്താണോ പോകേണ്ടത് എന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. ടിക്കറ്റ് കൊടുത്തു. അവിടെ നിന്ന് പോരുകയും ചെയ്തു. അപ്പോൾ നമ്പൂരി വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ട്രെന്ന് ചേർത്ത് പറഞ്ഞാൽ ടിക്കറ്റ് കിട്ടുള്ളൂ എന്നാണ്. അതും ഈ യാത്ര ചെയ്ത് പരിചയമില്ലാത്തതിൻ്റെ ഒരു പ്രത്യേകത. ഇതിവിടെ നമ്പൂരിക്ക് സംഭവിച്ചതായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പരിചയമില്ലാത്ത ആർക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഫലിതം രസകരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിലാണ്. EASANAN ടൈപ്പ് ചെയ്യുക. ഇത് മറ്റുള്ളവരും കൂടി കേൾക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടം കാണിക്കാൻ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കമൻ്റായിട്ട്. വേറെ മറ്റു ഫലിതങ്ങളും കഥകൾക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.